നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാറളം പഞ്ചായത്ത് പരിധിയിലെ ഭക്ഷ്യവിൽപ്പനശാലകളിൽ വിജിലൻസ് സ്ക്വാഡും ആരോഗ്യവകുപ്പും സംയുക്ത പരിശോധന നടത്തി. ബേക്കറിയിൽ നിന്ന് ദിവസങ്ങളോളം പഴക്കമുള്ള 22 പാക്കറ്റ് പാൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. അവധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച്. പനംകുളം DMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ പരിശോധന ക്യാമ്പ് നടത്തി. ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂളിന്റെ ശതമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 കർമ്മ പരിപാടികളുടെ ഭാഗമായി. AITUC ചേർപ്പ് മണ്ഡലം മുൻ സെക്രട്ടറിയും CPIയുടെ നേതാവുമായിരുന്ന PV സദാനന്ദന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാറളം പഞ്ചായത്ത് പരിധിയിലെ ഭക്ഷ്യവിൽപ്പനശാലകളിൽ വിജിലൻസ് സ്ക്വാഡും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ബേക്കറിയിൽ നിന്ന് ദിവസങ്ങളോളം പഴക്കമുള്ള 22 പാക്കറ്റ് പാൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഈ ബേക്കറിക്ക് നോട്ടീസ് നൽകുകയും കടയുടമയിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതായി കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് താക്കീത് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ KK രാജേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത്, ഊർമിള, ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച തൃശൂരിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. പനംകുളം DMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ പരിശോധന ക്യാമ്പ് നടത്തി. പനംകുളം DMLP സ്കൂളിന്റെ ശതമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഔഷധി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രണ്ട് ഡോക്ടർ രജിതൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡോക്ടർ പ്രസന്ന, ഡോക്ടർ രേഷ്മ, ഡോക്ടർ ലിനറ്റ്, ഡോക്ടർ ആദർശ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക റീജ, PTA പ്രസിഡന്റ് സജീബ് ഇബ്രാഹിം, OSA പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, ഷാലി എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ പാചകവാതകം കയറ്റിപ്പോയിരുന്ന ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ ഫോട്ടോഗ്രാഫർ മരിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് സ്വദേശി നമ്പിപ്പരീച്ചി വീട്ടിൽ 50 വയസ്സുള്ള ജ്യോതികുമാറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് അപകടം. വാടാനപ്പള്ളി സെന്ററിൽ പഴയ രാഘവമേനോൻ റോഡിൽ നിന്ന് ദേശീയപാതയിൽ തെക്കുഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ എതിരെ നിന്ന് പാചകവാതകം കയറ്റിവന്ന ലോറി ഇടിച്ചായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചുവീണ ജ്യോതികുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്നയുടൻ വാടാനപ്പള്ളി എക്സ് പ്രവർത്തകർ പരിക്കേറ്റ ജ്യോതികുമാറിനെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. AITUC ചേർപ്പ് മണ്ഡലം മുൻ സെക്രട്ടറിയും CPIയുടെ നേതാവുമായിരുന്ന PV സദാനന്ദന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി VS സുനിൽകുമാറും, ചൊവ്വൂർ PV സദാനന്ദൻ സ്മാരക ജനസേവന കേന്ദ്രത്തിൽ നടന്ന സമ്മേളനം CC മുകുന്ദൻ MLAയും ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി മറ്റ് ആളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുകയും CPM-ൽ ഉള്ള കാലത്ത് ഞാനിവിടെ ചേർപ്പ് MLA വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ അങ്ങേയറ്റത്തെ സൗഹാർദ്ദവും സഹകരണത്തോടും കൂടി ആ കാലം മുതൽ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം എനിക്ക് സാധാരണ പിന്നീട് ഇടക്കാലത്ത് വെച്ച് CPI-യിലേക്ക് വന്ന്
CPIയുടെ നേതാവായിട്ട് ഇവിടെ മാറുന്ന ഘട്ടത്തിൽ ഞാൻ കൈപ്പൊങ്കൽ MLA ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം CPMലേക്ക് നിന്ന് CPIയിലേക്ക് വരികയും നമ്മുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം ചുമതല വഹിക്കുന്ന ആളായിട്ട് മാറുകയും ചെയ്തു. AICCയുടെ മണ്ഡലം സെക്രട്ടറിയായി പാർട്ടിയുടെ ചെറുപ്പിലെ നേതൃസ്ഥാനത്തേക്ക് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിലും പാർട്ടി ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തും പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു താല്പര്യം, സാധാരണക്കാർക്കിടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിട്ടുള്ള ആളായിരുന്നു. PV സദാനന്ദൻ ചെർപ്പിലെ പകരം വെക്കാനില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും അദ്ദേഹത്തിന്റെ പേരുള്ള ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച CPI പ്രവർത്തകരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും MLA പറഞ്ഞു. ചടങ്ങിൽ ചൊവ്വൂരിലെ നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി ധനസഹായം കൈമാറി. CPI ചേർപ്പ് ലോക്കൽ സെക്രട്ടറി NG അനിൽനാഥ് സ്വാഗതം പറഞ്ഞു. മണ്ഡലം കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ, PV അശോകൻ, KK ജോബി, PS സനത് എന്നിവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ തൃശൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിനിടെ പോലീസിനു നേരെ പ്രവർത്തകരുടെ കല്ലേറുമുണ്ടായി. ഇന്നുച്ചയ്ക്ക് 12ഓടെ തൃശൂർ DCC ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കളക്ടറേറ്റ് പടിക്കൽ മാർച്ച് എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം ആരംഭിച്ചു. ഇത് വിഫലമായതോടെ ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ധർണയ്ക്ക് ശേഷം പോലീസിന് നേരെ തിരിഞ്ഞ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടങ്ങി. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗത്തിനിടെ പ്രവർത്തകരിൽ ചിലർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. 5 മിനിറ്റോളം ജലപീരങ്കി പ്രയോഗം നീണ്ടുനിന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചതോടെയാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 5805 രൂപയായി. 1 പവൻ സ്വർണത്തിന് വില 46,440 രൂപ. 18 കാരറ്റിന്റെ 1 ഗ്രാം സ്വർണത്തിന് വില 5 രൂപ കുറഞ്ഞ് 4805 രൂപയായി. മാള കുഴിക്കാട്ടുശ്ശേരി വരദനാട് ക്ഷേത്രത്തിന് സമീപം വാഹന അപകടം. കാർ പാറമടക്കുളത്തിലേക്ക് മറിഞ്ഞ് സുഹൃത്തുക്കളായ 3 പേർ മരിച്ചു. കൊമ്പടിഞ്ഞാമക്കൽ സ്വദേശികളായ മൂത്തേടത്ത് ശ്യാം, പുന്നേലിപ്പറമ്പിൽ ജോർജ്, പടിഞ്ഞാറെ പുത്തഞ്ചിറ താക്കോൽക്കാരൻ ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. അതേസമയം എതിരെ വന്ന ബൈക്ക് യാത്രക്കാരാണ് അപകടം കണ്ടത്. ആളൂർ പോലീസും മാള പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും 40 അടിയിലും കൂടുതൽ താഴ്ചയുള്ള പാറമടയായതിനാൽ സ്കൂബ ഡൈവേഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ കരയ്ക്കടുപ്പിച്ചത്. മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിർധന കുടുംബാംഗങ്ങളായ 10 യുവതികൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന സുമംഗല സാഫല്യം പദ്ധതിയിലൂടെ 8ാമത്തെ യുവതിയും പുതുജീവിതത്തിലേക്ക്. പ്രവാസി വ്യവസായി പുത്തൻപീടിക സ്വദേശി എടക്കാട്ടുത്തറ വീട്ടിൽ EA ബദ്രുദ്ദീനാണ് സുമംഗല സാഫല്യം പദ്ധതിക്ക് രൂപം നൽകിയത്. പിതാവ് മരിച്ച കുടുംബാംഗമായ 10 യുവതികളെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഹാപ്രളയം, കോവിഡ് കാലഘട്ടങ്ങളിലടക്കം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 25 വർഷം പിന്നിടുമ്പോഴാണ് സുമംഗല സാഫല്യം പദ്ധതിക്കും അബ്ദുൽ അസീസ് തളിക്കുളം നേതൃത്വം നൽകുന്നത്. നമ്മുടെ അച്ഛനില്ലാത്ത മക്കൾ അവരിറങ്ങി പോകുമ്പോൾ അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നൽകുന്ന ഒരു സമ്മാനമാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു 5 പവൻ സ്വർണവും നമ്മൾ 30,000 രൂപയാണ്. അത് ഒരു സന്തോഷമായിട്ടാണ്. പലരും പറയുന്നത് നമ്മൾ സ്വർണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കൽ ഒരിക്കലുമല്ല. നമ്മുടെ മക്കൾ ഇറങ്ങി പോകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. പ്രിയപ്പെട്ട ബദറുദ്ദീൻ എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ കൈമാറിയത് തീർച്ചയായിട്ടും
5 പവൻ വീതം സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം വിവാഹവസ്ത്രം, ഭക്ഷണം എന്നിവയ്ക്കുള്ള പണവുമാണ് വിവാഹ ധനസഹായമായി നൽകുന്നത്. GN പ്രതാപൻ MP-യാണ് സുമംഗല സാഫല്യം പദ്ധതിയുടെ മുഖ്യ രക്ഷാധികാരി. തളിക്കുളം 10-ാം കല്ലിന് പടിഞ്ഞാറ് സ്വദേശിയായ യുവതിക്കാണ് 8ാമത്തെ വിവാഹ ധനസഹായം സമ്മാനിച്ചത്. പ്രവാസി വ്യവസായി EA ബദറുദ്ദീന്റെ സഹോദരൻ കൊച്ചു മുഹമ്മദ്, സുഹൃത്ത് ദാസൻ വപ്പുഴ, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം എന്നിവർ ചേർന്ന് വിവാഹ സമ്മാനം യുവതിയുടെ വസതിയിലെത്തി ബന്ധുക്കൾക്ക് കൈമാറി. താജുദ്ദീൻ പണിക്ക് വീട്ടിൽ നസിയ അസീസ് എന്നിവരും വിവാഹ സമ്മാനം കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു. സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സാന്ത്വന സന്ദേശ വാഹന പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച സാന്ത്വന സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിനെ സമീപിച്ചിടത്തോളം ഒരു 10 ലക്ഷം രൂപ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ആൽഫ, അതുപോലെ തന്നെ സാന്ത്വനം പോലെയുള്ള ഓരോ പാലിയേറ്റീവ് വിഭാഗങ്ങളും ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി ഓരോ രൂപയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതേപോലെ ആളുകളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. ബ്ലോക്കിൻ്റെയാണ്. വീൽ ചെയർ ആവശ്യപ്പെട്ടുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നപ്പോൾ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഓട്ടോ ഓടിച്ചു വന്ന ആരാണെന്നേ പോലും എനിക്കറിയില്ല ഒരാൾ വീൽ ചെയറിൻ്റെ കാര്യം ഞാനും ഹെൽത്ത് ഇൻസ്പെക്ടറും സംസാരിച്ച് നിൽക്കുമ്പോൾ ആൾ ഇങ്ങോട്ട് വന്നിട്ട് വീൽ ചെയർ വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പഞ്ചായത്തിന് മുമ്പിൽ ഒരു വീൽ ചെയർ പുതിയത് കൊണ്ട്. സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വർക്കിംഗ് പ്രസിഡന്റ് ഗിൽസ തിലകൻ അധ്യക്ഷയായി. സൊസൈറ്റി ചീഫ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ NA മാഹിൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സൊസൈറ്റി വർക്കിംഗ് സെക്രട്ടറി KPR സതീശൻ, കോർഡിനേറ്റർ റൌഫ് ചേറ്റുവ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പും ആദരവും വ്യാഴാഴ്ച നടക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ യാത്രയയപ്പും എൻഡോമെന്റ് വിതരണവും TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. സ്കൂളിന്റെ 85-ാം വാർഷികം മുൻമന്ത്രി VS സുനിൽകുമാറും വാർഷികാഘോഷ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരിയും ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5085 രൂപ, പവന് 46,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാറളം പഞ്ചായത്ത് പരിധിയിലെ ഭക്ഷ്യവിൽപ്പനശാലകളിൽ വിജിലൻസ് സ്ക്വാഡും ആരോഗ്യവകുപ്പും സംയുക്ത പരിശോധന നടത്തി. ബേക്കറിയിൽ നിന്ന് ദിവസങ്ങളോളം പഴക്കമുള്ള 22 പാക്കറ്റ് പാൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. അവധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച്. പനംകുളം DMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ പരിശോധന ക്യാമ്പ് നടത്തി. ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂളിന്റെ ശതമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 കർമ്മ പരിപാടികളുടെ ഭാഗമായി. AITUC ചേർപ്പ് മണ്ഡലം മുൻ സെക്രട്ടറിയും CPIയുടെ നേതാവുമായിരുന്ന PV സദാനന്ദന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.